ഈ രണ്ട് കോഴ്സുകൾ, അങ്ങനത്തെ രണ്ട് കോഴ്സുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാം ലോജിക്കിലൂടെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അതൊരു ചലഞ്ച് ആയിരുന്നില്ല? അതെങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനോടുള്ളൊരു പാഷൻ, ടീച്ചിങ്ങിനോടുള്ളൊരു പാഷൻ, സ്റ്റുഡൻസിനോടൊപ്പം ജീവിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു എംപ്ലോയി ആകുന്നതിനേക്കാൾ കുറച്ചുകൂടെ അവർക്കൊരു ഇൻട്രസ്റ്റ്, പലരും എംപ്ലോയർ ആകണം എന്നുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. 57% കൂടുതൽ ഗ്രാജുവേറ്റ്സ് എംപ്ലോയബിൾ അല്ല. എന്തുകൊണ്ടല്ലാത്ത? എന്താ റീസൺ? ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ? ഒരു 2000, 3000, 4000 കുട്ടികൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു 5000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ഇതിപ്പോൾ ഈ പറഞ്ഞത് CMA USA മാത്രം റിസൾട്ടാണ്. ഹലോ, വെൽക്കം ടു ലോജിക് സിങ്ക്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹം ബൈ പ്രൊഫഷൻ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്, ഒരു ടീച്ചറാണ്, കഴിഞ്ഞ 25 വർഷമായിട്ട് അധ്യാപകനാണ്, അതോടൊപ്പം ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടർ കൂടെയാണ് CMA സന്തോഷ് കുമാർ സർ. വെൽക്കം സർ. താങ്ക് യു സർ. തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് ഒരുപാട് തവണ സാറോട് ചോദിച്ച ചോദ്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഞാനും ചോദിക്കാൻ പോകുന്നത്. എന്നാലും ഇത് കാണുന്നവർക്കായിട്ട് അവർക്കും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ലോജിക്ക് സാറ് 2005 സ്റ്റാർട്ട് ചെയ്തതാണ്, ലോജിക് എന്ന് പറയുന്ന കോമേഴ്സ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ 2005 അങ്ങനെ ഒരു തോട്ട് സാറിൻ്റെ ഉള്ളിലേക്ക്, അതിൻ്റെ ഒരു പാർട്ടാകാനായിട്ടുള്ള ഒരു ചിന്ത സാറിന് എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ്. ആക്ച്വലി 2005 സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിജു ജോസഫും പോൾ ജോസഫും കൂടി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അതിന് മുമ്പ് തന്നെ എൻ്റെ പാഷൻ കാരണം ഈ ടീച്ചിങ്ങിലേക്ക്, കോമേഴ്സ് പ്രൊഫഷണൽ ടീച്ചിങ്ങിലേക്ക് വന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ കരിയർ ടീച്ചിങ് ഫീൽഡിൽ തന്നെ സെറ്റ് ചെയ്യണമെന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ 2005, 2006 കാലഘട്ടത്തിൽ അവർ ലോജിക്കിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യുകയും ആ ലോജിക്കിൻ്റെ പാർട്ടായിട്ട് CMA USA എന്നുള്ള പ്രോഗ്രാമിലൂടെ ലോജിക് കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ സർ, CA പോലത്തെ ഒരു പ്രൊഫഷൻ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ. ഈ രണ്ട് വലിയ പ്രൊഫഷൻസൊക്കെ അന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ കേരള മാർക്കറ്റിലൊക്കെ വളരെ ഫെമിലിയറാണ്. ഇപ്പോൾ 2005 സാറ് CMA USA പോലത്തെ ഒരു ഇൻ്റർനാഷണൽ പ്രോഗ്രാം ലോജിക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ എന്തായിരിക്കും CMA USA പ്രോഗ്രാം ലോജിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളൊരു ചിന്ത വരാനുള്ള റീസൺ എന്തായിരിക്കും? ഞാൻ ആക്ച്വലി 98 മുതൽ ടീച്ചിങ് പ്രൊഫഷനിൽ വന്ന ഒരാളാണ്. അപ്പം എൻ്റെ കരിയർ ടീച്ചിങ്ങിലാണ് എന്ന കാലഘട്ടത്തിൽ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു. 2005 ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലോജിക് ഉണ്ട്. അതായത് സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായിട്ട് 1996 തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ. അപ്പോൾ 2005, 2006 കാലഘട്ടത്തിൽ ഈ ടീമിനോടൊപ്പം, ലോജിക്കിനോടൊപ്പം ഞാനിവിടെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വരുന്നു. എന്നാൽ 2005 ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന CPA USA വെച്ചിട്ടാണ്. പക്ഷെ അന്ന് CPA USAക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതിൻ്റെ എക്സാം എഴുതണമെങ്കിൽ എവിടെ പോകണം? US പോകേണ്ടി വരും. അപ്പോൾ വിസ ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് 2006 ഇന്ത്യയിൽ ആദ്യമായിട്ട് CMA USA എന്ന് പറയുന്ന പ്രോഗ്രാം ലോജിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അന്ന് മുതൽ അതിൻ്റെ ഒരു പാർട്ടാവാൻ എനിക്ക് സാധിച്ചു. CMA USA ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതും ഒരു ഫോർമൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിൻ്റെ ആദ്യത്തെ ഫാക്കൽറ്റി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഫാക്കൽറ്റി ആവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ, നമ്മൾക്ക് 2005, 2006 ആ ഒരു ടൈം ഫ്രെയിമിൽ ഇപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിൽ തന്നെ ആയാലും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ, ഇപ്പോൾ CA ആണെങ്കിലും കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിക്ക് ആണെങ്കിലും നല്ല ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് പ്രോഗ്രാംസ് ഒക്കെയാണ്. അപ്പം ഈ രണ്ട് കോഴ്സുകൾ, അങ്ങനത്തെ രണ്ട് കോഴ്സുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇൻ്റർനാഷണൽ പ്രോഗ്രാം ലോജിക്കിലൂടെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അതൊരു ചലഞ്ച് ആയിരുന്നില്ലേ? അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും. ആക്ച്വലി രണ്ട് തോട്ടാണ് അതിൻ്റെ ബാക്കിൽ. ഒന്ന്, ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയിക്കോട്ടെ, കോസ്റ്റ് അക്കൗണ്ടൻസി ആയിക്കോട്ടെ, കമ്പനി സെക്രട്ടറിഷിപ്പ് ആയിക്കോട്ടെ, ഇന്ത്യൻ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിൽ വരുന്നതാണ്. വളരെ റെപ്യൂട്ടഡ് ആണ്. ഒരുപാട് പോസിബിലിറ്റീസ് ഈ കോഴ്സ് കൊടുത്തിരുന്നു. പക്ഷേ ഈ കോഴ്സുകൾക്ക് ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. എല്ലാവർക്കും അത് സ്യൂട്ടബിൾ ആവണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സിൻ്റെ ഒരു റിജിഡിറ്റി. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി നമ്മൾ എക്സാം എടുത്തു കഴിഞ്ഞാൽ, CA ഫൗണ്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ 4 പേപ്പറുണ്ട്. ഈ 4 പേപ്പറും ഒന്നിച്ചെഴുതി ക്ലിയർ ചെയ്യണം. മിനിമം 50% മാർക്കോട് കൂടി
സബ്ജക്റ്റ് വൈസ് 40% സ്കോർ ചെയ്തുകൊണ്ട് നമ്മൾ പാസ്സാവണം. അതെ. ഇൻ്റർമീഡിയറ്റും അങ്ങനെയാണ്. ഇൻ്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പുകളായിട്ട് മിനിമം ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഒന്നിച്ചെഴുതി പാസ്സാവണം. അപ്പോൾ നോർമൽ കേസിൽ ഇത് പാസ്സാവാൻ എടുക്കുന്നൊരു സമയം, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയാസ്, ഗ്രൂപ്പ് സിസ്റ്റം, ഇതൊക്കെ ഈ കോഴ്സിനെ കുറച്ച് റിജിഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല. അപ്പം അവിടെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡ്യൂറേഷൻ എടുക്കാതെ കുറച്ചുകൂടെ ടൈമിലായിട്ട് പാസ്സാവാൻ പറ്റുന്ന പ്രോഗ്രാം, അവിടെ പേപ്പർ വൈസ് എക്സാംസ് എഴുതാൻ പറ്റുന്ന കോഴ്സുകൾ, ആ കോഴ്സുകൾ, അതായത് ഫ്ലെക്സിബിലിറ്റി കൂടിയ കോഴ്സുകൾ നമ്മുടെ കുട്ടികൾക്ക്, ഇന്ത്യൻ കോമേഴ്സ് സ്റ്റുഡൻസിന് ഓഫർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ CMA USAയും CPAയും അതുപോലെയുള്ള മറ്റ് ഫോറിൻ കോഴ്സുകൾ ഈ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് റീസൺ. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോഴ്സുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നില്ലെന്നല്ല, ഇന്ത്യൻ കോഴ്സുകളും അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന CMA USA ആണെങ്കിലും അതിനുശേഷം മറ്റു കോഴ്സുകളും ഇപ്പോൾ CAയും CMA ഇന്ത്യയും CS എല്ലാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പാസ് റേറ്റ് കൂടുതലാണ്. പേപ്പർ വൈസ് എക്സാം ഓപ്പർച്യൂണിറ്റീസ് ഗ്ലോബലാണ്. അതുകൊണ്ട് തന്നെ ഈ പല കോഴ്സുകളുടെയും പാസ് റേറ്റ് എന്ന് പറയുന്നത് 40 to 50%. ഇപ്പോൾ CPA എടുത്തു കഴിഞ്ഞാൽ 2 ഒരാൾ പാസ്സാവുകയാണ്. CMA USAയുടെ ആണെങ്കിൽ ഒരു ആവറേജ് 40 to 45%, ആവറേജ് ഒരു 40%. 100 പേരിൽ 40 പേരോളം പാസ്സാകുന്നുണ്ട്. ലോജിക്കിനെ സംബന്ധിച്ച് നമ്മുടെ റിസൾട്ട് വളരെ ഹൈ ആണ് അത് വെച്ച് അറിയുമ്പോൾ. അതെ സാർ. അതുപോലെ ഇപ്പം CMA USAയുടെ കേസ് സാറ് പറഞ്ഞു, ഇപ്പം ഒരു 20 വർഷമായി, 2005 എന്ന് പറയുമ്പോൾ ഇത് ലോജിക്കിൻ്റെ 20th ഇയർ ആണ്. ഒരു ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, എഡ്യൂക്കേഷണൽ ബേസ്ഡ് ആയിട്ട് വരുന്ന ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഏതൊരു ട്രെയിനിങ് സെൻറ്ററിനും 20 വർഷം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് ഒരിക്കലും പോസിബിൾ ആവുന്നൊരു കാര്യമല്ല. എങ്ങനെയാണ് സാർ ഈ ഒരു 20 ഇയേഴ്സിനെ സാറ് പെട്ടെന്ന് സാറിനോടൊന്ന് പറയാൻ പറഞ്ഞു 20 ഇയേഴ്സിൻ്റെ ജേർണി വിത്ത് ലോജിക് സാർ എങ്ങനെ പറയും? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു പ്രൊഫഷനോടുള്ളൊരു പാഷൻ, ടീച്ചിങ്ങിനോടുള്ളൊരു പാഷൻ, സ്റ്റുഡൻസിനോടൊപ്പം ജീവിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളത് ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോജിക്ക് 2005 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 3 കുട്ടികളിൽ നിന്ന് തുടങ്ങുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു അമരത്തെത്തുന്നത് ഒരു 20 കുട്ടികളുള്ള സമയത്താണ്. അപ്പോൾ അതിൽ നിന്ന് ഈ 2025 ഇതിനിടയിൽ 5000 കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമായിട്ട് മാറി. ഇന്ന് ലോജിക്ക് വരണ്ടയുടെ പാർട്ടായിക്കൊണ്ട് ഒരു നാഷണൽ, നോട്ട് ഓൺലി നാഷണൽ, ഇൻ്റർനാഷണൽ ബ്രാൻഡായി മാറും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിനോടുള്ള നമ്മുടെ ഇഷ്ടമാണ്, പാഷനാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ആരാ ഫ്യൂച്ചർ എന്ന് പറയുന്നത്? അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവാം, ഇൻ്റർനാഷണലി ആവാം, യുവാക്കളാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക, അവരെ മോൾഡ് ചെയ്ത് കൊണ്ടുവരിക, അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട്, ലോജിക്കിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ കാണുകയാണ്. ഓക്കെ സാറേ, CMA USA പോലത്തെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, അത് അവർക്ക് ഇപ്പോൾ ഓരോ കോഴ്സുകൾക്കും ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലപ്പം സ്കിൽസ് ഇല്ലെങ്കിൽ താല്പര്യങ്ങൾ, അവരുടെ അക്കാഡമിക്കലി ചിലപ്പം ചില പെർട്ടിക്കുലർ പോർഷൻസിനോട് താല്പര്യമുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അവർ പഠിക്കുന്ന സമയത്ത്. ഒരു CMA കോഴ്സ് ഓപ്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റുഡൻറ്റിന് ബേസിക്കലി അവർക്ക് വേണ്ട ഒരു ടേസ്റ്റ് എന്താണ് അക്കാഡമിക്കലി? ശരിക്ക് ഇപ്പോൾ CMA USA എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് കവർ ചെയ്യുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും. ഓക്കെ. അപ്പോൾ ഈ 2 സബ്ജക്റ്റുകളോട് കൂടുതൽ താല്പര്യമുള്ള കുട്ടികളാണ് സാധാരണ ഈ കോസ്റ്റ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി പ്രൊഫഷണൽ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ അതാണ് അവർക്ക് വേണ്ട ഒരു ബേസിക് ക്രൈറ്റീരിയ. ഓക്കെ. പിന്നെ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ CMA പാസ്സായി കഴിഞ്ഞാൽ നാളെ ഒരു കമ്പനിയുടെ പല പൊസിഷൻസിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവർക്കുണ്ട്. കൺസൾട്ടൻ്റായിട്ടും, ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റായിട്ടും, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റായിട്ടും, ഈവൺ ഒരു കമ്പനിയുടെ CFO ലെവലിൽ വരെ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഈ ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ CMA USA ക്വാളിഫൈ ചെയ്ത് അല്ലെങ്കിൽ CMA ഇന്ത്യ ക്വാളിഫൈ ചെയ്തതുകൊണ്ട് നമ്മളൊരു CFO പൊസിഷനിലേക്ക് എത്തൂല. അതോടൊപ്പം ഒരുപാട് സ്കിൽസ് നമ്മൾ നേടിയെടുക്കണം ഇൻ ബിറ്റ്വീൻ. അപ്പോൾ അതിനകത്ത് ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും അതേപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ് സ്കിൽസും ആവശ്യമുണ്ട്. അപ്പോൾ ഈ പ്രൊഫഷനെ ഇഷ്ടപ്പെടുന്നവരും ഈ സ്കിൽസ് നേടുന്നവർക്കും
ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു മേഖലയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി. മനസ്സിലായി സാർ. സാർ ഇപ്പം സ്കിൽസിൻ്റെ കാര്യം ഇപ്പം സാറ് സ്പെസിഫിക്കലി സാറ് മെൻഷൻ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ലോജിക്കിൻ്റെ ഇപ്പോഴത്തെ ഒരു അക്കാഡമിക് കരിക്കുലം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൽ ഈ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. എനിക്കൊന്നു ആദ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടാണ് ലോജിക്ക്. അത് എന്ന് മുതലാണ് സാറിന് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അങ്ങനത്തെ ഒരു ക്വാളിറ്റീസ് അവർ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അവർക്കൊരു നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു തോട്ട് പ്രോസസ് സാറിന് എന്നായിരിക്കും? എന്തെങ്കിലും പെർട്ടിക്കുലർ ഇൻസ്റ്റൻസോ ഉണ്ടായിട്ടുണ്ടാവും സാറിൻ്റെ ഈ ഒരു ജേർണിയിൽ? ഈ ചോദ്യത്തിന് ഒരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പം ഞാൻ റീസെൻ്റ്ലി വായിച്ച ഒരു സർവേ റിസൾട്ട് പറയുന്നത് ഇന്ത്യയിൽ ഗ്രാജുവേറ്റ്സിൻ്റെ എംപ്ലോയബിലിറ്റി 43% താഴെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57% കൂടുതൽ ഗ്രാജുവേറ്റ്സ് എംപ്ലോയബിൾ അല്ല. എന്തുകൊണ്ടല്ലാത്ത? എന്താ റീസൺ? ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ? അൺഎംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത് അൺഎംപ്ലോയബിലിറ്റിയുടെ വൺ ഓഫ് ദി റീസൺ ഇവർ എംപ്ലോയബിൾ ആവുന്നില്ല എന്നുള്ളതാണ്. അതെ. അതായത് ഇവർ ലേൺ ചെയ്യുന്ന, ഇവർക്കറിയാവുന്ന കാര്യങ്ങളും കോർപ്പറേറ്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് വരുമ്പോൾ. അതെ. ഇപ്പോൾ പണ്ട് കാലത്ത്, ഇപ്പോൾ ഈവൻ ഞാൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ പേരൻസൊക്കെ പഠിക്കുന്ന കാലത്ത്, ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോബ് കിട്ടുമായിരുന്നു. അതെ അതെ. മാർക്കായിരുന്നു ക്രൈറ്റീരിയ. അതെ. ആ കാലം കംപ്ലീറ്റ് മാറി. ഇന്ന് ഒരു ക്വാളിഫിക്കേഷൻ, അത് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി ആയിക്കോട്ടെ, കമ്പനി സെക്രട്ടറിഷിപ്പ് ആയിട്ട് ഏത് ക്വാളിഫിക്കേഷനും ആയിക്കോട്ടെ, ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കോൾ കിട്ടാനുള്ള എലിജിബിലിറ്റി മാത്രമാണ്. അതെ. ഇൻ്റർവ്യൂ കോൾ പോലും കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും സ്ക്രീൻ ചെയ്തിട്ടാണ് പല കോർപ്പറേറ്റ്സും, അതായത് ഇവരുടെ CVs അത്രയും സ്ക്രീൻ ചെയ്തിട്ടാണ് കോർപ്പറേറ്റ്സ് ഇന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് തന്നെ. കാരണം ഒരു 10 വേക്കൻസി ഉള്ളപ്പോൾ അവരുടെ കയ്യിലേക്ക് വരുന്ന 100-200 ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അപ്പോൾ അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന 200 പേരെ ഇൻ്റർവ്യൂ ചെയ്യില്ല. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 50 പേർക്കായിരിക്കും ഇൻ്റർവ്യൂ കോൾ വരുന്നത്. അപ്പോൾ ഈവൺ CV, ഇവരുടെ CVയിൽ ഇവരുടെ ക്വാളിഫിക്കേഷൻസിനോടൊപ്പം വാട്ട് എക്സ്ട്രാ അഡീഷണൽ ഉണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും പല കമ്പനികളും ഇവരെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് തന്നെ. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ കോൾ കിട്ടാനുള്ള മാത്രമല്ല, ക്രൈറ്റീരിയ അത് മാത്രം ആവുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ 100-ൽ 43% ഗ്രാജുവേറ്റ്സ് ആണ് എംപ്ലോയബിൾ ആവാൻ കേപ്പബിൾ എങ്കിൽ 57% ചാൻസ് പോലും ഇല്ല. ചാൻസ് ഇല്ല. അപ്പോൾ ക്വാളിഫിക്കേഷനോടൊപ്പം ബാക്കി 57% ക്വാളിഫിക്കേഷൻ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അല്ല. അപ്പോൾ ആ ക്വാളിഫിക്കേഷനോടൊപ്പം ഇവർ നേടേണ്ട ഒരുപാട് സ്കിൽസ് ഉണ്ട്. അത് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ആയിരിക്കാം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കാം, ലീഡർഷിപ്പ് സ്കിൽസ് ആയിരിക്കാം. ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ലോജിക്ക് പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പം നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഒരു എൻട്രൻസ് കോച്ചിങ് അല്ല, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ലെവലല്ല പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ലോജിക്കൽ ഒരു സ്റ്റുഡൻറ്റ് CMA USA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണെങ്കിൽ ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ. അതേപോലെ ഇപ്പോൾ ACC ആണെങ്കിൽ അതിൻ്റെ നോളജ് ലെവൽ, സ്കിൽ ലെവൽ, പ്രൊഫഷണൽ ലെവൽ. ഈ പ്രൊഫഷണൽ ലെവൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടി അടുത്ത കോഴ്സിനല്ല പോകുന്നത്, അവൻ കോർപ്പറേറ്റിലാണ് പോകുന്നത്. ഇപ്പോൾ CMA USA കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നൊരു കുട്ടി അവന് പോകേണ്ടത് കോർപ്പറേറ്റിലേക്കാണ്. അപ്പോൾ ആ കോർപ്പറേറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ നമ്മുടെ സ്റ്റുഡൻസിന് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് അവസരമില്ലെന്ന് അതിൻ്റെ മീനിങ്. അല്ലേ? സോ ഡെഫിനറ്റ്ലി ലോജിക്ക് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. എനിക്കൊന്നും ഒരുപക്ഷെ അതുകൊണ്ടുകൂടെ ആയിരിക്കും സാർ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് ഇൻ റീസെൻറ്റ് 100%. അതായത് എന്നോടൊരു ആദ്യം ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇത് എന്ന് തുടങ്ങി എന്നുള്ളത്. ലോജിക്കിന് തുടക്ക കാലഘട്ടം മുതൽ എൻ്റെ ഓർമ്മയിൽ 2006-2007 കാലഘട്ടത്തിൽ തന്നെ ലോജിക്ക് ഇത്തരം കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങും അതുപോലെ തന്നെ സം പേഴ്സണാലിറ്റി ട്രെയിനിങ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ജീവൻ പറഞ്ഞത് ആ ഒരു ഹയർ പ്ലേസ്മെൻറ്റ് പലപ്പോഴും ലോജിക്കിലെ കുട്ടികൾക്ക് ഒരുപാട് കൂടുതലാണ്. നമ്മുടെ വെബ്സൈറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ റീസെൻ്റ്ലി നോക്കിയപ്പോൾ തന്നെ കഴിഞ്ഞ വർഷം തന്നെ CMA USA ഒരു 232-ലധികം സ്റ്റുഡൻസ് തീർച്ചയായിട്ടും പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു അതിനകത്തൊരു
ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന കുട്ടികൾ, ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയിക്കോട്ടെ, കോസ്റ്റ് അക്കൗണ്ടൻസി ആയിക്കോട്ടെ, അവർക്ക് ആർട്ടിക്കിൾഷിപ്പ് അല്ലെങ്കിൽ ഇൻറ്റേർണർഷിപ്പ് ഉണ്ട് കോഴ്സിനോടൊപ്പം. അതേസമയം ഒരു ഫോറിൻ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന കുട്ടിക്ക് പലപ്പോഴും ആ ഓപ്ഷൻ അവിടെ ഉണ്ടാവാറില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു ഫോറിൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, അവിടെ ഒരു 17 വയസ്സ് കഴിഞ്ഞാൽ +2 ലെവൽ കഴിയുന്നൊരു കുട്ടി പിന്നീട് പഠിക്കുമ്പോൾ അവൻ ജോലി ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവന് പഠനത്തോടൊപ്പം എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രാക്ടിക്കൽ ലേണിംഗ് കൊണ്ട് സംഭവിക്കുന്നു. അതെ. നമ്മുടെ ഇവിടെ അതുണ്ടോ? ഇല്ല. പലപ്പോഴും അത് മിസ്സിങ് ആണ്. അതെ. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് നമ്മുടെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് പഠിച്ചു തീർക്കാനുള്ളത് കംപ്ലീറ്റ് പഠിച്ചു തീർക്കുക. അതെ. അത് 30 വയസ്സ് വരെയാണ് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചത്. 30 വയസ്സ് വരെ നമ്മൾ പഠിക്കുക മാത്രമേ ഉള്ളൂ. അതെ. അതിനോടൊപ്പം നമ്മൾ ലേൺ ചെയ്യുക, പ്രാക്ടിക്കൽ ലേണിംഗ് സംഭവിക്കുന്നില്ല പലപ്പോഴും. കറക്റ്റ്. അപ്പോൾ ഈ തിയറട്ടിക്കൽ ലേണിംഗ് അല്ലെങ്കിൽ സബ്ജക്റ്റിൽ ഒരു തിയറട്ടിക്കൽ ലേണിംഗ് മാത്രം സംഭവിച്ച ഒരു കുട്ടി നാളെ ഒരു കോർപ്പറേറ്റിലേക്ക് ചെല്ലുമ്പോൾ പ്രാക്ടിക്കൽ സൈഡ് അറിയില്ലെങ്കിൽ അവൻ പലപ്പോഴും റിജക്റ്റഡ് ആവും. ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോറിൻ കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ തിയറി പഠിക്കുന്നതോടൊപ്പം, സബ്ജക്റ്റ് പാസ്സാവുന്നതോടൊപ്പം, ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുന്നതോടൊപ്പം മറ്റ് സ്കിൽസും പ്രാക്ടിക്കൽ സൈഡ് ആയിക്കോട്ടെ. ഇപ്പോൾ ലോജിക്കിൽ തന്നെ ഒരു കോർപ്പറേറ്റ് ഇൻറ്റേർണർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഈ കോർപ്പറേറ്റ് ഇൻറ്റേർണർഷിപ്പ് പ്രോഗ്രാമിലൂടെ ഇപ്പോൾ CA, CMA ആർട്ടിക്കിൾഷിപ്പിന് പോകുന്ന സമയത്ത്, ഇൻറ്റേർണർഷിപ്പിന് പോകുന്ന സമയത്ത് അവർ ലേൺ ചെയ്യുന്ന പല പ്രാക്ടിക്കൽ സൈഡും നമ്മളാലാവുന്ന രീതിയിൽ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതെ. അതേപോലെ തന്നെ മറ്റ് സോഫ്റ്റ് സ്കിൽസും എല്ലാം നമ്മൾ എൻഷുർ ചെയ്യും. എൻഷുർ ചെയ്യേണ്ടതാണ്, എങ്കിലേ അവർക്കൊരു ഇൻ്റർവ്യൂ ബോഡി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി സാർ. ശരിയാണ് സാർ. ഈ CMA പോലത്തെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഇപ്പം പൊതുവേ ഉള്ള ഇപ്പോഴത്തെ നമ്മളുടെ നാട്ടിൽ പൊതുവേ കാണുന്നൊരു ടെൻഡൻസിയാണ് ഇന്ത്യക്ക് പുറത്ത് പോകണം, അവിടെ പോയിട്ട് അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം. പക്ഷേ CMA പോലത്തെ ഒരു കോഴ്സ് ചെയ്യാൻ നോക്കുമ്പോൾ ലോജിക്കിൽ തന്നെ ഏകദേശം 2000-ഓളം കുട്ടികൾ നമുക്കൊരു വർഷം പഠിക്കുന്നുണ്ട് CMA USA പ്രോഗ്രാമിന് വേണ്ടി മാത്രം. അത്രയും സ്റ്റുഡൻസ് വരുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ കൂടെ അവർക്കൊരു ചാൻസ് ഉള്ളത് കൊണ്ടായിരിക്കില്ലേ? ബേസിക്കലി ഇന്ത്യയിൽ മാത്രമായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മിഡിൽ ഈസ്റ്റിലൊക്കെ തീർച്ചയായിട്ടും. ലോജിക്കിൻ്റെ ആദ്യത്തെ കാലഘട്ടം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ CMA USA ഇപ്പോൾ എക്സാം തീരുന്നതിന് മുമ്പ് തന്നെ പലരും 1-2 പേപ്പറൊക്കെ പാസ്സായതിനു ശേഷം, അന്ന് 4 പേപ്പറായിരുന്നു തുടങ്ങിയത്, അതുകൊണ്ടാണ് 1-2 പേപ്പർ മനസ്സിലായി. ഇപ്പോൾ 2 പാർട്ടാണ്, 2 എക്സാംസാണ്. അപ്പോൾ ആദ്യ കാലങ്ങളിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് ജോസും മഞ്ജുനാഥൊക്കെ പാർഷ്യലി ക്വാളിഫൈഡ് ആയപ്പോൾ തന്നെ വിദേശത്തേക്ക് പോയവരാ. അവർ വിസിറ്റിംഗ് വിസ എടുത്ത് അല്ലെങ്കിൽ ജോബ് വിസ എടുത്ത് പോകാൻ സാധിച്ചത്. അപ്പം ആദ്യ കാലങ്ങളിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 2015 വരെയൊക്കെ ഈ ക്വാളിഫിക്കേഷൻ നേടിയതിലും മജോറിറ്റിയും വിദേശത്തേക്ക് പോയത്. അതിനുശേഷം ഇന്ത്യയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലും ഒരുപാട് കുട്ടികൾ ജോലിക്ക് കയറുന്നുണ്ട്. പിന്നെ ഈ ചോദ്യത്തിന് റെലവൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CMA USA ഏകദേശം ഒരു 150+ കൺട്രീസിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള പ്രോഗ്രാമാണ്. 150-ലധികം രാജ്യങ്ങൾ. ഇത്രയും രാജ്യങ്ങളിൽ അതിൻ്റെ എക്സാം സെൻറ്റേഴ്സും ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ, ഗ്ലോബൽ കമ്പനീസിന് എടുത്തു കഴിഞ്ഞാൽ ഒരു 20% കൂടുതൽ കമ്പനീസ് അമേരിക്കൻ ബേസ്ഡ് ആണ്. കറക്റ്റ്. അമേരിക്കൻ കമ്പനീസാണ്, മൾട്ടിനാഷണൽ കമ്പനീസാണ്. അമേരിക്കൻ കമ്പനീസ് ആണെങ്കിൽ അത്രയും കമ്പനികളിൽ, അത്രയും സ്ഥലങ്ങളിൽ CMA USA പോലുള്ളൊരു ക്വാളിഫിക്കേഷൻ വെൽ അക്സെപ്റ്റഡ് ആയിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെയാണ് ആ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു പോസിബിലിറ്റി തുറന്നു കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് 150+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രോഗ്രാമാണ് CMA USA. സാർ, ഇതിൻ്റെ കൂടെ സാർ ഇപ്പം ഇത്രയും സംസാരിച്ചെന്ന് എനിക്ക് കുറേ ഇൻപുട്സ് കിട്ടിയെന്നൊരു ക്വസ്റ്റ്യനാണിത്. ക്യൂരിയോസിറ്റിയോടെ കൊണ്ട് ചോദിക്കുന്നതാണ്. ബേസിക്കലി ഒരു ഇതൊരു ബിസിനസ്സും കൂടെയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ലോജിക് എന്ന് പറയുന്ന ഒരു ഫേമിലേക്ക് വരുന്നുണ്ടാവും. യൂഷ്വലി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ലെവൽ അതിനെ ബ്രാൻഡ് ചെയ്യിക്കുക, അതിൻ്റെ ഒരു വിസിബിലിറ്റി കൂട്ടുക, അതിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു ലെവലിലേക്കായിരിക്കും ഏതൊരു സംരംഭകനും അങ്ങനെ ആയിരിക്കും ചിന്തിക്കാൻ പോകുന്നത്. ലോജിക്കലി സംബന്ധിക്കുമ്പം എനിക്ക് തോന്നുന്നു കൂടുതലും സാറ് പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, കൂടുതലും സ്റ്റുഡൻസിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇൻപുട്ടുകൾ നമ്മൾ കൂട്ടുന്നുണ്ട്. അപ്പം ഈ ഡിഫറൻസ് ഇതെങ്ങനെയായിരിക്കും സാർ, ഈ റേഷ്യോ എങ്ങനെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രോഫിറ്റബിലിറ്റി ഈസ് എ ഫാക്ടർ. യെസ്.
ബട്ട് നമ്മൾ എഡ്യൂക്കേഷൻ സെക്ടറിലാണ് നിൽക്കുന്നത്. അതെ. അപ്പോൾ പ്രോഫിറ്റ് മാത്രമായിരിക്കരുത് നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതെ. കാരണം നമ്മളിലൂടെ ഫ്യൂച്ചറാണ് മോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യപ്പെടുന്നത്. അതെ. അപ്പോൾ നമ്മളൊരു കാറ് വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങിച്ചു. അതിന് ഒരു സീരിയസ് ഡാമേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ യൂസ്ലെസ് ആയാൽ ഓക്കെ, നമുക്ക് പോകുന്നത് ഇത്ര മാത്രമാണ്. ഇപ്പോൾ ഒരു മൊബൈലാണെങ്കിൽ മേ ബി 30,000 50,000, ഇനിയിപ്പോൾ ഐഫോൺ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടും. അത്രയാണ് പോകുന്നത്. അത്രയേ ഉള്ളൂ. അതേ സമയത്ത് ഒരു സ്റ്റുഡൻറ്റ് പ്രത്യേകിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞ് +2 കഴിഞ്ഞ് അവൻ്റെ ഫൈനൽ പ്രോഗ്രാം, അത് CMA ആവാം, ചാർട്ടേഡ് അക്കൗണ്ടൻസി ആവാം, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി ആവാം, ഏത് കോഴ്സും ആയിക്കോട്ടെ, അത് നമ്മളെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യാൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഇത് കഴിയുമ്പോൾ ഇനി വരാൻ പോകുന്നത് അവൻ്റെ ഒരു 40 വർഷം 30-40 വർഷത്തെ ലൈഫാണ്. ആ ലൈഫ് മോൾഡ് ചെയ്ത് കൊടുക്കുന്നതിൽ നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ ഇവിടെ നമ്മളോടൊപ്പം ചെയ്യാൻ പോകുന്ന ആ ഒരു ക്വാളിഫിക്കേഷനാണ് അവൻ്റെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 30-40 വർഷത്തെ ലൈഫ്, കരിയറും അതിനുശേഷമുള്ള ലൈഫും അവൻ ആരായി എന്തായി എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുക. അത് നമുക്കിട്ട് കളിക്കേണ്ട സാധനമല്ല. കറക്റ്റ്. അപ്പം അവിടെ വി ഷുഡ് ഗീവ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന മുഴുവൻ കുട്ടികളെ പാസ്സാക്കാമെന്നുള്ള പ്രോമിസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ബട്ട് അവർ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, അവർ നമ്മളെ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ, അവരെ പാസ്സാക്കാൻ, അവരെ മോൾഡ് ചെയ്യാൻ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് സാധിക്കണം. മനസ്സിലായി സാർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജീവൻ ചോദിച്ച ആ ചോദ്യം, ലോജിക്കിൽ വരുന്ന സ്റ്റുഡൻസിന് അക്കാഡമിക്സിനോടൊപ്പം ഇപ്പം നമ്മുടെ റിസൾട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, CMA USA പോലെയുള്ള കോഴ്സുകളുടെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി മെയിൻറ്റെയിൻ ദ ബെസ്റ്റ് റിസൾട്ട് മേ ബി ഇൻ ദ വേൾഡ് ഇറ്റ് സെൽഫ്. കഴിഞ്ഞ പല വിൻഡോസിലും മോർ ദാൻ 80% റിസൾട്ട്സാണ് ലോജിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റിസൾട്ടുകളുടെ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ എടുത്തു പറയാൻ ഇവിടെ. നമ്മുടെ റിസൾട്ടുകൾ ഇപ്പം നമ്മൾ 300 കുട്ടികളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും 298 ആവില്ല, അത് 300. അത് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ആയിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിലടക്കം നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ആരാണ് ആ കുട്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസ് അടക്കം നമ്മൾ പബ്ലിഷ് ചെയ്യും. കൂടത്തുമില്ല കുറയത്തുമില്ല. കാരണം നമ്മുടെ റിസൾട്ട് 100% ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ്. അതിനകത്തൊരു സംശയം വേണ്ട കാര്യം. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മൾ ജസ്റ്റ് മണി മേക്കിങ്ങിന് വേണ്ടി ഈ ഒരു ഫീൽഡിലേക്ക് വന്നവരല്ല, നമ്മുടെ പാഷൻ കൊണ്ട് വന്നവരാണ്. ആൻഡ് സെക്കൻഡ് തിങ്, നമ്മുടെ ചോദ്യം എന്തായിരുന്നു, ശരിക്കും ഡൈവേർട്ടായോ? ഇല്ലില്ല, കറക്റ്റ് സാർ. ഇല്ല, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് കൊടുക്കുന്നതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ 57% കുട്ടികൾ ഇന്ന് അൺഎംപ്ലോയബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ. എംപ്ലോയബിൾ അല്ല, കോർപ്പറേറ്റ്സിൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നവരല്ല. ഇപ്പം നമ്മുടെ ക്യാമ്പസിൽ നിന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസിയോ കോസ്റ്റ് അക്കൗണ്ടൻസിയോ പാസ്സായി പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടി കോർപ്പറേറ്റിലേക്കാണ് പോകേണ്ടതെങ്കിൽ അവിടെ അവന് പെർഫോം ചെയ്യാൻ, ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ, അവരുടെ ജോബിൽ പെർഫോം ചെയ്യാൻ ആവശ്യമായ സ്കിൽസ് കൂടെ ബിൽഡ് ചെയ്യണം, ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ലോജിക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയി കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോഴ്സിനോടൊപ്പം ഒരുപാട് പേഴ്സണാലിറ്റി ട്രെയിനിങ് സെഷൻസ്, പ്രാക്ടിക്കൽ ട്രെയിനിങ് സെഷൻസ് ലൈക്ക് CIP, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാംസ്, അതേപോലെ തന്നെ S+ പോലുള്ള പേഴ്സണാലിറ്റി ട്രെയിനിങ് പ്രോഗ്രാംസ്, ഉപായ പോലുള്ള ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ്, കോർപ്പറേറ്റ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസ്. അതേപോലെ തന്നെ തീർച്ചയായിട്ടും കുട്ടികളാണിവർ, അവർക്ക് എന്താണ് 24 hours പഠനം എന്ന് മാത്രം ചിന്തിച്ചിരിക്കുന്നവരല്ല. തീർച്ചയായിട്ടും അവർക്ക് വേണ്ട കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും കുറച്ച് അതായത് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് ആയി കഴിഞ്ഞാൽ ഇത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ്. ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം പോലെ വരുന്ന എല്ലാ കുട്ടികളും പാസ്സാവില്ല. 100%. അപ്പോൾ അവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റഡി അപ്രോച്ച് ഉണ്ടാവും, വേണ്ടി വരും. അപ്പോൾ അതിനോടൊപ്പം ഈ പറഞ്ഞ പുട്ടിന് പീരാന്ന് പറഞ്ഞതുപോലെ കുറച്ച് അവർക്കൊരു റിലാക്സേഷൻ എൻജോയ്മെൻറ്റിനുള്ള അവസരവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അക്കാഡമിക്സും എക്സ്ട്രാ കരിക്കുലറും കോ കരിക്കുലറും മിക്സ് ചെയ്തുകൊണ്ടുള്ള കോർപ്പറേറ്റ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്ന
എംപ്ലോയീസ് ആയിട്ട് അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി എൻഷുർ ചെയ്യുന്ന തലത്തിലേക്ക് ഇവർ എത്തിക്കുക എന്നുള്ളതാണ് ലോജിക്കിൻ്റെ ലക്ഷ്യം. ഒരുപക്ഷെ ഇതായിരിക്കും സാറ് പറഞ്ഞത് തന്നെയായിരിക്കും ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഒരുപക്ഷെ ലോജിക്കിന് ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറൊന്നും. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ലോജിക്കിൻ്റെ അഡ്മിഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 70% അഡ്വർടൈസ്മെൻറ്റ് കണ്ട് വരുന്നവരല്ല. അല്ല, ലോജിക്കിലെ മജോറിറ്റി അഡ്മിഷൻസും അവിടുത്തെ സ്റ്റുഡൻസ് റെഫർ ചെയ്ത് വരുന്നവർ. അതെ, അവരുടെ റെഫറൻസിലാണ് കൂടുതൽ അഡ്മിഷൻസ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ മാത്രമേ തീർച്ചയായിട്ടും റെഫറൻസ് കൊടുക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ 20 years സമയത്ത് ഒരുപാട് കുട്ടികൾ നമുക്ക് ഒരുപാട് വിഷസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അലുമനൈസ് എല്ലാം. അതെ. അപ്പോൾ അവരുടെ ഒരു ഇനിഷ്യേറ്റീവിലാണ് നമ്മൾ 20 yearsൻ്റെ ഒരു സ്റ്റാമ്പ് റിലീസിങ് സെറിമണി വരെ നമ്മൾ മിനിസ്റ്റർ വെച്ചുകൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചത്. പിന്നെ ഈ ഒരു ചോദ്യം അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് പലർക്കും പല സ്ട്രാറ്റജിയാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവരുടേതായ സ്ട്രാറ്റജി ഉണ്ട്, അതവർക്ക് ഫോളോ ചെയ്യാം. പക്ഷേ ലോജിക്ക് വിശ്വസിക്കുന്നത്, ചിന്തിക്കുന്നത് നമ്മൾ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടത് ചെയ്തില്ലെങ്കിൽ ലോങ് റൺ അവരുടെ കരിയർ സക്സസ്ഫുൾ ആവില്ല എന്ന് തന്നെയാണ്. അതെ. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഇപ്പം നമ്മുടെ കയ്യിൽ 10,000 രൂപ ഇൻകമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 10,000 രൂപയുടെ മേജർ പോർഷൻ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും ഇവർക്ക് കൊടുക്കുന്ന ക്ലാസ് അവേഴ്സ് ആയിക്കോട്ടെ, മറ്റ് എക്സ്പോഷേഴ്സ് ആയിക്കോട്ടെ, ട്രെയിനിങ്സ് ആയിക്കോട്ടെ, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സോ മാക്സിമം കുട്ടികളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അറ്റ് ദ സെയിം ടൈം തീർച്ചയായിട്ടും വിസിബിലിറ്റി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി ലോജിക് ഈ 20 വർഷം കൊടുത്തിരിക്കുന്നത് സ്റ്റുഡൻസിനാണ്. അത് ലോജിക്ക് മാത്രമല്ല, ഈവൻ നമ്മുടെ അസോസിയേറ്റ് കമ്പനി ആയിട്ടുള്ള വെറണ്ടയുടെ തന്നെ വേറൊരു ഗ്രൂപ്പ് കമ്പനി ആയിട്ടുള്ള ജക്കേഷ, അത് ജക്കേഷ ക്ലാസ്സസ് 42 വർഷമായി. ഈ 1983 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ത്യ ഫസ്റ്റ് വേൾഡ് കപ്പ് നേടുന്ന കാലഘട്ടം തുടങ്ങിയതാണ് 7 സ്റ്റുഡൻസിനെ വെച്ച് ജക്കേഷ ക്ലാസ്സസ്. 42 വർഷം കഴിയുമ്പോഴും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്ന, ഏറ്റവും കൂടുതൽ റാങ്ക് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ വിന്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജക്കേഷ ക്ലാസ്സസ് അടക്കം ദേ ഓൾസോ ഫോളോ ദ സെയിം സ്ട്രാറ്റജി. ഇപ്പോൾ വെറണ്ട ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഒരു ബേസിക് സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെയാണ് നമ്മളും അതിൻ്റെ പാർട്ടായത്. എനിക്കൊന്നും സാർ ഈ പ്രാവശ്യത്തെ റിസൾട്ടുകൾ നോക്കുമ്പോഴും ഒരു 2024 റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ 382 ചാർട്ടേഡ് അക്കൗണ്ടൻസി റാങ്ക് ഹോൾഡേഴ്സ് വെറണ്ട ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്നാണ്. നമ്മൾ 4-5 കമ്പനികളിൽ നിന്നാണ്. എനിക്കൊന്ന് 75% മേളിലുള്ള 75% അല്ല, എൻ്റെ ഒരു അറിവൊക്കെ അനുസരിച്ചാണെങ്കിൽ 80-90% റാങ്ക് ഹോൾഡേഴ്സ് ഈ ഗ്രൂപ്പിൽ നിന്ന് മാത്രമാണ്. ദാറ്റ് ഈസ് അവർ ക്രെഡിബിലിറ്റി. തീർച്ചയായിട്ടും സാർ, അത് അത്ര ഈസി ആയിട്ട് അച്ചീവബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ പരസ്യത്തിനൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിൽ പലപ്പോഴും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ക്വാളിറ്റിയിലും മറ്റ് ഡെലിവറബിൾസിലും ചെയ്യേണ്ടി വരും. അതാണ് എൻ്റെ വിശ്വാസം. ഇതെല്ലാം നമ്മളതിനൊന്നും ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ്. ബട്ട് ഐ ബിലീവ് ലോങ് ടൈമിൽ ഒരു കുട്ടിയുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി. മനസ്സിലായി സാർ. ഇത്രയും ഇപ്പോൾ സാറ് പറഞ്ഞ അത്രയും ഒരു റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ഷെയർ നമ്മുടെ 100% എടുത്തുകൊണ്ട് ഒരു അബൌട്ട് 90% സാറ് പറഞ്ഞു. പക്ഷേ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഫാക്ടേഴ്സ് പലതാണ്. പല ഫാക്ടേഴ്സിൽ അവർ ഇൻഫ്ലുവൻസ്. പണ്ട് പാരൻസോ ടീച്ചേഴ്സോ അല്ലെങ്കിൽ മുതിർന്നവരോ പറയുന്നത് കേട്ട് വളർന്നിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അവരുടെ പുറത്തുള്ള ഒരു വിരൽത്തുമ്പിലുള്ള ലോകത്തിലായിരിക്കും അവർ കുറച്ചുകൂടെ ഇൻഫ്ലുവൻസ്ഡ് ആകാൻ സാധ്യതയുള്ളത്. അപ്പം ഞാൻ വളരെ റീസെൻ്റായിട്ട് ലോജിക്കിൻ്റെ ഒക്കെയാണല്ലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽസൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ 1-2 പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം അത് തോന്നുന്നു അതൊരു 1-2 പേര് മാത്രമാണ് അതിനുണ്ടായിരുന്നെങ്കിലും ഒരു മൾട്ടിപ്പിൾ പോസ്റ്റുകളുണ്ടായിരുന്നു. അതിൻ്റെ താഴെ കുറേ ഷെയറുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരു സിനാരിയോയും കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ ഒരു പേജ് ഹാക്ഡ് ആകുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ പോലെ റൺ ചെയ്യുന്ന ഒരു കണ്ടീഷൻ വന്നപ്പോൾ എങ്ങനെയാണ് സാർ അതിനെ ഒരു ഫേസ്, സാർ എങ്ങനെയാണ് അതിനെ ടേക്ക് ചെയ്തെന്നുള്ളതാണ്? തീർച്ചയായിട്ടും അൺഫോർച്ചുനേറ്റ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വർഷങ്ങളായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഹാക്ക്ഡായി. നമ്മളതൊരു ലീഗൽ ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒഫീഷ്യലി കംപ്ലൈൻറ്റ് കൊടുത്തു. ഓക്കെ. അപ്പോൾ അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അത് അൺഫോർച്ചുനേറ്റ് ആണ്. അതിൻ്റെ നെഗറ്റീവ്
സൈഡുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡോട് ഞാൻ പറയട്ടെ. ഇപ്പോൾ ലോജിക് എന്ന് പറയുന്നത് 20 വർഷമായ ഒരു സ്ഥാപനമാണ്. അതെ. ഈ 20 വർഷമായ ഒരു സ്ഥാപനത്തിൻ്റെ 20ാമത്തെ വർഷം ഈ പേജ് ഹാക്ക് ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് എത്ര നെഗറ്റീവ് കമൻറ്റ് വന്നു, വരാനുള്ള ചാൻസുകളല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര എണ്ണം വരാമായിരുന്നു ഇഫ് വി ആർ നോട്ട് ജെനുവിൻ. അതെ. ഒരു കാര്യം ഞാൻ പറയാം, ലോജിക്കൽ പഠിക്കുന്ന ഇപ്പം 100% എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഒരു 98-99% കുട്ടികളും ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ 20 വർഷം നിലനിന്ന ഇന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഹാക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ, ഇവൻ പറഞ്ഞ പോലെ 5-6 നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 4-5 നെഗറ്റീവ് കമൻറ്റ്. അതിനകത്ത് ഒരുപാട് പോസിറ്റീവ് കമൻറ്റ് വന്നിരുന്നു. വരുമ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരുമ്പോൾ അതെല്ലാം മാഞ്ഞു പോകുന്നുണ്ടായിരുന്നു, എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ. അപ്പോൾ ഇത്രയും വർഷം നിന്നൊരു സ്ഥാപനം 20 വർഷങ്ങൾ എത്തിക്കഴിയുമ്പോൾ ഇത്രയും നെഗറ്റീവ് കമൻ്റ് ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പോസിറ്റിവിറ്റി ഇല്ലേ? തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈവൺ ഈ 4-5 കമൻറ്റുകൾ എടുത്ത് എൻക്വയറീസിനെ കാണിച്ചുകൊണ്ട് ഇന്ന് അഡ്മിഷൻ എടുക്കുന്ന സ്ഥാപനങ്ങൾ വരെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. ചില ആൾക്കാർ അതൊരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ദെയർ ചോയ്സ്. അതെ. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, അതിനകത്തൊരു ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട്. മനസ്സിലായി സാർ. 20 വർഷം റൺ ചെയ്തിട്ട് ഇത്രയല്ലേ വന്നുള്ളൂ എന്നുള്ളത്. അതെ, എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് നമ്മളുടെ അലൂമിനീസിന്റെ ഒക്കെ ആണെങ്കിലും അവരുടെ ഒരു അവരും വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആകുന്നതൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ വിളിച്ചു ചോദിച്ചു. ഒരുപാട് കുട്ടികൾ ഈ പറഞ്ഞ പോലെ എന്താണ്, ഇപ്പം നമ്മുടെ അലുമിനി അസോസിയേഷൻ്റെ പാർട്ടായി, ഒരുപാട് ആക്ടിവിറ്റീസിൽ അവർ പാർട്ടാവുന്നുണ്ട്. സോ എനിക്കൊന്ന് ഈ ഇഷ്യൂ വന്നപ്പോൾ അവർ കുറച്ചുകൂടെ ആക്റ്റീവ് ആയെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്തേക്ക് അവർ പഠിച്ചിറങ്ങിയ ഒരു അവർക്കുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരുപാട് കുട്ടികൾ വന്ന് ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ അവരുടെ പോസിറ്റീവായിട്ടുള്ള ഞങ്ങൾ പഠിച്ച ലോജിക്ക് അങ്ങനെയൊന്നുമല്ല. അതെ ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ വന്ന് കമൻറ്റ് ചെയ്തു. പക്ഷേ ഹാക്കർ ആരും ആയിക്കോട്ടെ, ഓരോ കമൻറ്റ് വരുമ്പോഴും അപ്പം ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുമായിരുന്നു. അതെ, നമുക്ക് നോക്കാം. ഓക്കെ സാർ. അതുപോലെ സാർ ഒരു കാര്യം കൂടെ, ഇതും ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇത് ഇപ്പം CMA അല്ലെങ്കിൽ പൊതുവെ നമ്മളുടെ ലോജിക്കൽ ഓഫർ ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും ഒരു ഹയർ പാസ് പെർസെൻറ്റേജ് എത്രയാണോ ഒരു ആവറേജ് വരുന്നത്, ഗ്ലോബൽ ആയിക്കോട്ടെ നാഷണൽ ആയിക്കോട്ടെ, അതിനെ എക്സീഡ് ചെയ്ത് പോകുന്ന ഒരു ടെൻഡൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഒരു വിൻഡോയിൽ ചിലപ്പോൾ കയറാം, ഒരു വിൻഡോ അടുത്ത വിൻഡോയിൽ താഴെ പോകാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്ര വർഷങ്ങളായിട്ട് ആ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സീക്രട്ട്, ഇപ്പം മേ ബി ഫാക്കൽറ്റീസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നൊരു അക്കാഡമിക് കരിക്കുലം ആകാം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത്. ഇതിലേതായിരിക്കും സാർ കൂടുതൽ സാറിന് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും ഫസ്റ്റ് ക്രെഡിറ്റ് ഗോസ് ടു അവർ ഫാക്കൽറ്റീസ്. അപ്പം നമ്മുടെ പല ഫാക്കൽറ്റീസും ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പമുള്ള, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ഉണ്ട്. അവർ കുട്ടികളോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ആ ഡെഡിക്കേഷൻ, അത് തന്നെയാണ് റിസൾട്ടിൻ്റെ ഫസ്റ്റ് ഫാക്ടർ. അപ്പോൾ പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു അക്കാഡമിക് സിസ്റ്റോട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ കോച്ചിങ് രംഗത്ത് ആദ്യമായിട്ടൊരു അക്കാഡമിക് ടീമിനെ, ടീച്ചേഴ്സിനെ കൂടാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ടീച്ചർ എന്ന് പറയാവുന്ന രീതിയിലുള്ള അക്കാഡമിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ഓർഗനൈസേഷൻ ലോജിക്കാണ്. അപ്പോൾ അവിടെ ഈ കൃത്യമായിട്ട് എക്സാംസ് നടത്തി കുട്ടികളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത്, മോശമാണെങ്കിൽ അവരെ അപ് ടു ദ മാർക്ക് അല്ലെങ്കിൽ അവരെയും പേരൻസുമായിട്ട് റെഗുലറായിട്ട് കൺസൾട്ട് ചെയ്യുന്ന ഒരു ടീം നമുക്കുണ്ട്. അവരുടെ അറ്റൻഡൻസ് ആയിക്കോട്ടെ, അവരുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഈവൻ ഇൻ്റർവ്യൂ ട്രെയിനിങ് ആയിക്കോട്ടെ, ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ടീം കൂടിയുണ്ട്. അപ്പോൾ ഈ ടീച്ചേഴ്സും ഈ ഒരു അക്കാഡമിക് ടീമൂടെ ചേരുന്ന ഒരു കോമ്പിനേഷൻ ദാറ്റ് എൻഷുർ ബെറ്റർ റിസൾട്ട് ഇൻ ലോജിക്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉള്ളത്, ഇപ്പം ഞാനടക്കമുള്ള മാനേജ്മെൻറ്റ് ടീമും ഞങ്ങളും ഒന്ന് ഈ എഡ്യൂക്കേഷൻ രംഗത്ത് ഇത്രയും 25 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞാൻ ഇപ്പോൾ ജീവൻ ഇൻട്രഡക്ഷന് പറഞ്ഞ പോലെ 10-25 വർഷമായിട്ട് ഒരു അധ്യാപകൻ കൂടിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ലെഗസി, അതേപോലെ നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ മേഖലയിലൊരു എക്സ്പെർട്ടൈസ്
ബെറ്റർ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാർ അതുപോലെ ഇപ്പോൾ പാരൻസിൻ്റെ ഒരു ഇൻവോൾവ്, സാർ ഇപ്പോൾ പറഞ്ഞത് പാരൻസിനെയും കൂടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അക്കാഡമിക്സിലേക്ക് അവരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടെ കൊണ്ടുവരുന്ന രീതിയാണ് ഇപ്പം ലോജിക് ഫോളോ ചെയ്യുന്ന സാർ പറഞ്ഞു. ഇന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതിനോട് അന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ്. ഇപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മറ്റു പലതും ആകുന്ന സമയത്ത് പാരൻസിൻ്റെ ഒരു റോൾ എത്രമാത്രം ഉണ്ട് സാർ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന്? പാരൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം വേണം, എങ്ങനെയായിരിക്കണം അവരുടെയും കൂടെ ഒരു ചോയ്സ് ഇതിൻ്റെ അകത്ത് വരും. ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്ന സമയത്ത്, അവരെ ഒരു കോഴ്സ് പഠിപ്പിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ, മക്കളായിരിക്കും പാരൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയായിരിക്കണം ഒരു പാരൻ്റ് എന്നുള്ള രീതി? വളരെ റെലവൻ്റ് ആണത്. ഇപ്പോൾ ജീവൻ ചോദിച്ചത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതോടൊപ്പം ആദ്യം അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ആഡ് ചെയ്യാണ്. ഇതിൻ്റെ ഒരു റെലവൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ക്വാളിറ്റി ചെക്കർ എന്ന് പറയുന്ന ഒരാളെ ലോജിക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി നമ്മുടെ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റുമായിട്ട്, ഈച്ച് ആൻഡ് എവറി പേരൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ലോജിക്കിൻ്റെ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ലോജിക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് കോളേജസ് ഉണ്ട് പ്രൊഫഷണൽ കോഴ്സുകൾക്ക്, ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഓക്കെ, കേരളത്തിലെയും സൗത്ത് ഇന്ത്യയിലെയും പല കോളേജസ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പല പ്രൊഫഷണൽ കോഴ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലോജിക്കാണ്. ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് പലതും. അപ്പോൾ അവിടുത്തെ അടക്കം കുട്ടികളും പേരൻസുമായിട്ട് ലോജിക്കിൻ്റെ ഈ ക്വാളിറ്റി ചെക്കർ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ